ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഇന്ത്യ ശ്രീലങ്ക വുമൻസ് T20 കാണാൻ ട്രിവാൻഡ്രം കാര്യവട്ടം വരെ പോവുകയാണ്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 9:45 തിരുവനന്തപുരം ജനശതാബ്ദിക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സീരീസാണ്, അതും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ സ്മൃതി മന്ദാനനെയൊക്കെ കാണാമല്ലോ, അതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഉച്ചയ്ക്ക് 2:15 തിരുവനന്തപുരത്തെത്തി. ഇനി ഉച്ചയ്ക്ക് ഫുഡ് അടിക്കും, ഹെവി ആയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മന്തിക്കട തപ്പി നടന്ന് ലാസ്റ്റ് മന്തി മനസ്സിൽ പോയി ഒരു മന്തി അടിച്ച്. ഇനി വീണ്ടും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ബാഗ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊന്നും തൂക്കി പിടിച്ച് നടക്കണമല്ല. അവിടെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കാര്യവട്ടത്തേക്കുള്ള ബസ് കയറി. തമ്പാനൂരിൽ നിന്ന് ഒരു അരമണിക്കൂറോളം ഉണ്ട് കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക്. അങ്ങനെ പോണ വഴി സെക്രട്ടേറിയറ്റൊക്കെ കണ്ട് അങ്ങനെ ബസ് ഇറങ്ങി സ്റ്റേഡിയത്തിലേക്ക് നടന്നു. മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ട്. നടക്കണ വഴി മൊത്തം ജേഴ്സി വിൽപ്പനയായിരുന്നു. ഞങ്ങൾ വില ചോദിച്ച് നടന്നു, വാങ്ങിച്ചില്ല. അങ്ങനെ സ്റ്റേഡിയത്തിലെത്തി. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പിന്നെ. നമ്മുടെ കലൂർ സ്റ്റേഡിയം പോലെ കടകളൊന്നും ഇല്ല സ്റ്റേഡിയത്തിൽ അത്രയും. അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് സ്റ്റേഡിയത്തിലേക്ക് കയറി. ഇനി കളീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ കളിയാണ് ഈ സീരീസിൽ. ആദ്യത്തെ രണ്ടും വിശാഖപട്ടണത്തായിരുന്നു, അവസാനത്തെ 3 നമ്മുടെ കാര്യവട്ടം. ഫസ്റ്റ് 2 കളി നമ്മളെ ജയിച്ചത്. ഞാൻ പ്രാക്ടീസ് തുടങ്ങി പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമായ സ്മൃതി മന്ദാനനെ കണ്ട്. അത് നമ്മുടെ തൊട്ടുമുമ്പിൽ വന്നാൽ പ്രാക്ടീസ് ചെയ്താൽ ഇത്തവണ നമുക്കായിരുന്നു ടോസ്. അപ്പോൾ നമ്മൾ ബോളിങ് ചൂസ് ചെയ്ത് അങ്ങനെ കളി തുടങ്ങി. TV കാണാറുള്ള കുറേ പ്ലേയേഴ്സിനെ നേരിട്ടുണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അമൻജോത് കൗറിനെയും ജമീമേനെയൊക്കെ കണ്ട്. ഇനി ഞങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഞങ്ങളെ TV കാണിക്കണം. ഇരിക്കണ ഭാഗത്താണെങ്കിൽ അത്ര ആളില്ലാത്തതുകൊണ്ട് ക്യാമറ ഒന്നും ഇങ്ങോട്ട് ഫോക്കസ് തന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്നാൽ അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഇരുന്നാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. സംഭവം ശരിയായിരുന്നു. ഈ സൈഡിലാണെങ്കിൽ നല്ല ആൾക്കാരും നല്ല വൈബും. പക്ഷേ വ്യൂ ഇത്തിരി ലോങ് ആയിപ്പോയി. പക്ഷേ ഈ ഭാഗത്ത് ക്യാമറയൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മ ഇവിടെ കിടന്ന് എന്ത് കാണിച്ചിട്ടും ഡാൻസ് കളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. മെയിനായിട്ട് എന്തെങ്കിലും നടക്കുമ്പോൾ ക്യാമറമാനെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറമാനെ കാണൂല. ക്യാമറമാനെ ഏതെങ്കിലും ചേച്ചിമാരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാണ്ടാവും. അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ ശ്രീലങ്കനെ പൊട്ടിച്ച്. അങ്ങനെ മൂന്നാമത്തെ കളി നമ്മൾ ജയിച്ച്. പിന്നെ പരമ്പര അമ്മ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഇനി ബസ് പിടിച്ച് തമ്പാനൂരെത്തി. പിന്നെ അവിടെ നിന്ന് ട്രെയിന് പോകണം തിരിച്ച്. ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല, ജനറൽ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. 12:50 തിരുവനന്തപുരത്ത് നിന്ന് ഒരു നിസാമുദ്ദീൻ എക്സ്പ്രസ് ഉണ്ടെന്ന് കണ്ട്. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തമ്പാനൂരിൽ നിന്ന് ഞങ്ങൾ ഒരു ഷെയ്ക്കും കുടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് കൊടുത്ത് ബാഗ് തിരിച്ച് ക്ലോക്ക് റൂമിൽ നിന്ന് എടുത്ത് പ്ലാറ്റ്ഫോമിൽ ചെന്നപ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയി ഒരു ബെർത്തും പിടിച്ച് അവിടെ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ 4:30 നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് 2 വീലർ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ കാണാം. ഓക്കെ, ബൈ.